മുട്ടി ഓടിയിരുമ്പോഴാ സാറ് നേരിട്ട് പറഞ്ഞ ഒരു കാര്യമില്ലായിരുന്നു, ഒരാളെ പറഞ്ഞു വിട്ടാൽ മതിയായിരുന്നു. അപ്പൊ എനിക്ക് തന്നെ കാണാൻ പറ്റത്തില്ലല്ലോ. കുട്ടിയെ വിളിച്ചാലോ? ആ, സുജാത വരൂ. വരൂ വരൂ. സുജാത. സുജാത കൃഷ്ണൻ. കൃഷ്ണൻ. സുജാത കൃഷ്ണൻ. നമസ്കാരം. ഇരുന്നോളൂ. അഡ്മിഷൻ ഏത് ക്ലാസ്സിലോട്ടാണ്? 10ാം ക്ലാസ്സിലേക്ക്. 10ാം ക്ലാസ്സോ? എന്താടോ? ക്ലാസ് തുടങ്ങി SSLC അല്ലേ? അതെ, SSLC ആണ്. ശരിയാക്കാം. 9ാം ക്ലാസ് എവിടെയായിരുന്നു? അധകൃതോദ്ധാരണി GHS വിതുര. അതൊക്കെ അധകൃതോദ്ധാരിണി. ആ, ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ? ഇതാണ് കുട്ടി. ഇവൾക്കാണ് ഇവിടെ അഡ്മിഷൻ വേണ്ടത്. ഇവർക്കോ? എവിടെ? ഇവിടെ. ഇവിടെയോ? ആ, ഇതിന് ഇവൾക്ക് ഇവിടെയാണ് 10ാം ക്ലാസ്സിൽ അഡ്മിഷൻ വേണ്ടത്. നമ്മുടെ സ്കൂളിലോ? ആ, കുട്ടികളുടെ കൂടെ? ശ്രീകുമാർ. നടക്കില്ല. അതെന്താ നടക്കാത്തത്? അതെനിക്കറിയില്ല. ഇങ്ങനെയുള്ളവർക്ക് പഠിക്കാൻ വേറെ സംവിധാനങ്ങളുണ്ട്, ഞാൻ വിളിച്ചു പറയാം. നിക്ക്. ഇവൾക്ക് ഇവിടെയാണ് പഠിക്കേണ്ടത്. സാറേ, ഇവിടെ തന്നെ പഠിക്കണമെന്ന് പറയാൻ ഈ സ്കൂളിന് എന്താ പ്രത്യേകത? ആതിര കൃഷ്ണൻ എന്റെ മോളാ. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഉഴപ്പിയാണോ? വളരെ മോശമാണ് സാർ. ഈ കുട്ടിയുടെ കാര്യത്തിന് ഞാനിവരെ കാണാനിരിക്കുകയായിരുന്നു. കോച്ചിങ് സെന്ററിൽ ട്യൂഷന് പോയി 50% മാർക്ക് വേണമെന്നാണ് പറയണത്. ഞാൻ തന്നെ പഠിക്കുകയാണെങ്കിൽ എനിക്ക് അവൾക്ക് പറഞ്ഞു കൊടുക്കല്ലേ. കൊച്ചിൻ്റെ അച്ഛൻ മരിച്ചിട്ട് 4 വർഷമായി സാറേ. തോനെ കടങ്ങളും ഉണ്ട്. പലയിടത്തും വേലയ്ക്ക് പോയിട്ടാണ് ഞാൻ അവളെ പഠിക്കാൻ വിടുന്നത്. എനിക്ക് അവള് മാത്രമേ ഉള്ളൂ. ഞാനായിട്ടൊരു കുഴപ്പമുണ്ടാക്കുമല്ലോ സാറേ. ഇവരുടെ വിഷയം എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ ഇതൊരു ഗവൺമെന്റ് ഹൈസ്കൂളല്ലേ സാർ? ബെറ്റർ ലേറ്റ് ദാൻ നെവർ. നൈസ്. ഇത് ഏത് വർഷത്തെ പേപ്പറാ? 2015. കൊള്ളാം. നിങ്ങളുടെ സർക്കാർ തന്നെ പറയുന്നു സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കൂ, രാഷ്ട്രത്തെ പുരോഗതിയിലേക്ക് നയിക്കൂ. എന്നിട്ട് താൻ ഇങ്ങനെ ഒരു പിന്തിരിപ്പനായാൽ എങ്ങനെയാ? ഇതൊക്കെ ഒരു ചലഞ്ചായിട്ട് ഏറ്റെടുക്കണ്ടേ? അതിലെനിക്ക് സന്തോഷമുള്ളൂ സാർ. എന്റെ മുകളിൽ EO DO അവരുടെ ഒക്കെ കൺസെന്റ് വാങ്ങണം. വാങ്ങിക്കൂ. ഞാനൊന്ന് ഫോൺ ചെയ്തോട്ടെ? ഇത് തന്റെ ഫോണല്ലേ? ആ, കറക്റ്റ്. ഇല്ലില്ല, ഒരു കുഴപ്പമില്ല. അതെ, എല്ലാം ഓക്കെ. റബേക്ക.